ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത ജാഗരണത്തിൽ വെള്ളം ജീവനാണ് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ചിന്തയ്ക്ക് ആധാരമായ വേദശകലം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവികളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ കഠിനമായ ഒരു അധ്വാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നാം ക്ഷീണിതരാകുമ്പോൾ നമുക്ക് ദാഹജലം അനിവാര്യമാണ്. ഇന്ന് അനവധി ദാഹജലങ്ങളാണ് സുലഭമായിട്ടുള്ളത്. മിക്കതിലും പഞ്ചസാരയുടെ അളവും കഫീൻ്റെ അളവും വളരെ അധികമാണ്. അതുകൊണ്ടാണ് ശുദ്ധമായ ജലം നാം പാനീയത്തിനായിട്ട് എടുക്കുന്നത്. എത്രത്തോളം ശുദ്ധമായ ജലം നാം എടുത്തുകൊള്ളുന്നുവോ ഏകദേശം 6 മുതൽ 8 ലിറ്റർ വരെയുള്ളതായ വെള്ളമാണ് നമ്മുടെ ശരീരത്തിന് പ്രതിദിനവും ആവശ്യമായിട്ടുള്ളത്. ഇപ്രകാരം നാം വെള്ളം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുവാൻ തക്കവണ്ണം വെള്ളത്തിന് കഴിയും. തന്നെയുമല്ല, മസ്തിഷ്കത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഏകദേശം 80% മസ്തിഷ്കം ഉളവാക്കിയിരിക്കുന്നതും ഈ വെള്ളത്തിൻ്റെ അനുഭവമാണ്. തന്നെയുമല്ല, നമ്മുടെ ശരീരത്തിലെ രക്തനാഡിയിലൂടെ രക്തധമനിയിലൂടെ സഞ്ചരിക്കുന്നതായ രക്തത്തിന് അതിൻ്റെ സുഗമമായ ഒഴുക്കിന് വെള്ളം അനിവാര്യമാണ്. തന്നെയുമല്ല, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും ഈ വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അമിതമായ ശരീരഭാരം കുറയ്ക്കുന്നതിനും ഈ വെള്ളത്തിന് കഴിയും. ശരാശരിയായിട്ട് ഒരു മനുഷ്യൻ 6 മുതൽ 8 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം എടുത്തുകൊള്ളുമ്പോൾ ഹൃദയാഘാതത്തിനുള്ളതായ സാധ്യത കുറവാണ് എന്ന് വൈദ്യശാസ്ത്ര പഠനങ്ങളും നൽകപ്പെടുന്നു. തന്നെയുമല്ല, ഈ സോഡ, കാപ്പി അതുപോലെയുള്ളതായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ വളരെ ഹാനികരമായ വസ്തുക്കളാണ്. അപ്പോൾ ഇവിടെ ജീവൻ്റെ തുടിപ്പിന് വെള്ളം എത്രത്തോളം അത്യന്താപേക്ഷിതമാണ് എന്ന ഭാഗമാണ് നാം ചിന്തിച്ചത്. കർത്താവായ യേശു ക്രിസ്തു രക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ശമര്യക്കാരി സ്ത്രീയുമായിട്ടുള്ളതായ ഒരു സംഭാഷണം അത് ചരിത്രപ്രസിദ്ധമാണ്. തീർച്ചയായിട്ടും രണ്ടുപേരും ആ നട്ടുച്ച നേരത്ത് ആ കിണറ്റിൻ്റെ കരയിലുള്ളതായ അവരുടെ സംഭാഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നാം മനപ്പാഠവാക്യത്തിൽ ചിന്തിക്കുന്നത്. ക്രിസ്തു അവരോട് പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന സാക്ഷ്യം അവിടെ നൽകുകയാണ്. ജീവിതത്തിൽ വരണ്ട് വറ്റി നിൽക്കുന്ന അനുഭവങ്ങളോട് നിൽക്കുന്നവർക്ക്, ദാഹിച്ചു നിൽക്കുന്ന അവസ്ഥയെങ്കിൽ ജീവൻ്റെ വചനം അവരിൽ വേരൂന്നുകയും അവരെ നിലനിർത്തുവാനും കഴിയും എന്ന അനുഭവം ഇവിടെ സാക്ഷീകരിക്കുകയാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം വെള്ളം നമ്മുടെ ജീവന് ആനുപാതികമായി നിലനിൽക്കുമ്പോൾ അതുപോലെ ദൈവത്തിന് നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കാൻ കഴിയും. ആ ഒരു പ്രത്യാശയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൈവരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷ്യം നിലകൊള്ളുവാൻ ദൈവം നമ്മളെ ഏവരെയും ഈ പ്രഭാതത്തിൽ ഒരുക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എളിയ വാക്കിൽ വിരമിച്ചു കൊള്ളുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തെങ്കിലും വെള്ളം ജീവനാണ് എന്നൊരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. മനുഷ്യ ശരീരത്തിന് വെള്ളം എത്രത്തോളം അത്യന്താപേക്ഷിതമാകുന്നു, അതുപോലെ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നതായ വചനം അവനെ എത്രത്തോളം ശക്തിപ്പെടുത്തുന്നൊരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് കർത്താവിന് ഹിതപ്രകാരമുള്ള ജീവൻ നയിക്കാൻ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദേശം ഇന്ന് പ്രഭാതത്തിൽ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ എൻ്റെ കരങ്ങളിൽ തരുന്നു. ഈ ദിവസം മുഴുവനും ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സർവ്വതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴിയായി താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും അവിടുത്തെ മഹാദൈവമൂലം കേൾക്കുമാറാകണമേ.